പോലീസിലെ ഹൈടെക് സെൽ മുൻ ചുമതലക്കാരനായ ഉദ്യോഗസ്ഥൻ സൈബർ തട്ടിപ്പിന് ഇരയായ സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ. മലപ്പുറം തിരൂരങ്ങാടി സ്വദേശി നിസാമുദ്ദീനാണ് പിടിയിലായത്. അസിസ്റ്റന്റ് കമാൻഡന്റ് സ്റ്റാർമോൻ പിള്ളയുടെ 7.5 ലക്ഷം രൂപയാണ് നിസാമുദ്ദീൻ തട്ടിയെടുത്തത്. കടുവയെ പിടിച്ച കിടുവയെന്ന് കേട്ടിട്ടേ ഉള്ളൂ. ദേ അതാണ് ഇപ്പോൾ കാണുന്നത്. പോലീസ് ആസ്ഥാനത്ത് ഹൈടെക് സെൽ മുൻ ഉദ്യോഗസ്ഥനായിരുന്ന സ്റ്റാർമോനാർ പിള്ളയെയാണ് സൈബർ തട്ടിപ്പ് സംഘം കബളിപ്പിച്ചത്. കഴിഞ്ഞ ജൂൺ മാസം 23-ാം തീയതിയാണ് തട്ടിപ്പു സംഘം അസിസ്റ്റന്റ് കമാൻഡന്റ് സ്റ്റാർമോൻ പിള്ളയുടെ മൊബൈൽ നമ്പർ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് ആദ്യം ഉൾപ്പെടുത്തിയത്. തുടർന്ന് ഓഹരി വിപണിയെ നിയന്ത്രിക്കുന്ന സെബിയുടെ അംഗീകാരമുള്ള ഒരു സ്ഥാപനത്തിന്റെ പേരിൽ വാട്സ്ആപ്പിലേക്ക് വ്യാജ സന്ദേശങ്ങൾ ലഭിച്ചുകൊണ്ടിരുന്നു. മോഹിപ്പിക്കുന്ന വാഗ്ദാനങ്ങളായപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ ഈ കെണിയിൽ വീഴുകയായിരുന്നു. വാട്സാപ്പിലേക്ക് ലഭിച്ച ലിങ്ക് വഴി ബാർക്ലേ എന്ന ആപ്ലിക്കേഷൻ പ്രതികൾ ഈ പോലീസ് ഉദ്യോഗസ്ഥനെ കൊണ്ട് ഡൗൺലോഡ് ചെയ്യിപ്പിച്ചു. തുടർന്നാണ് പണം നിക്ഷേപിക്കാൻ സമ്മർദ്ദമുണ്ടായത്. കഴിഞ്ഞ മാസം 21-ന് 29,000 രൂപയാണ് ആദ്യം നിക്ഷേപിച്ചത്. ജൂലൈ 23, 24, 29 തീയതികളിലും ഈ മാസം 6-നും 9-നും തട്ടിപ്പുകാരുടെ അക്കൗണ്ടുകളിലേക്ക് സ്റ്റാർമോൻ പിള്ളയുടെ പണമെത്തി. അങ്ങനെ 7,37,000 രൂപയാണ് സൈബർ തട്ടിപ്പ് സംഘം പോലീസ് ഉദ്യോഗസ്ഥനിൽ നിന്ന് കൈക്കലാക്കിയത്. പണം പിൻവലിക്കാൻ ശ്രമിച്ചപ്പോഴാണ് തട്ടിപ്പിനിരയായ വിവരം പോലീസ് ഉദ്യോഗസ്ഥൻ മനസ്സിലാക്കുന്നത്. അബദ്ധം മനസ്സിലാക്കിയ അസിസ്റ്റന്റ് കമാൻഡന്റ് സ്റ്റാർമോൻ പിള്ള സൈബർ പോലീസിൽ അറിയിച്ചു. കേസിൽ മലപ്പുറം സ്വദേശി നിസാമുദ്ദീനെ പോലീസ് പിടികൂടി. തട്ടിപ്പിനിരയായ വിവരം പുറത്തറിഞ്ഞാലുള്ള നാണക്കേട് ഭയന്ന് അതീവ രഹസ്യമായിരുന്നു പോലീസ് നടപടികൾ. 24 കൊല്ലം.